നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി ആയാലും നമ്മളിത് മൈദ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വെറും 2 ചേരുവ മാത്രം മതി നമുക്ക് ഈ ഒരു മുട്ടപ്പത്തിരി തയ്യാറാക്കാനായിട്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ അരി അരച്ചില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട, ഇതുപോലെ അങ്ങ് തയ്യാറാക്കിയാൽ മതി. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാല്ലേ. 1 കപ്പ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളത്തിക്ക് 1 കപ്പ് പൊടി തന്നെയാണ് വേണ്ടത്. ഞാൻ വറുത്ത പത്തിരി പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. തിളപ്പിച്ച വെള്ളം നമ്മൾ പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടിയുടെ ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 മുട്ട ചേർത്ത് കൊടുക്കാം, 1.5 കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കലക്കിയെടുക്കാം. ഈ കലക്കിയ മിക്സ് നമ്മൾ നേരത്തെ അരച്ച മിക്സിയിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ ചട്ടി ഉണ്ടല്ലോ നല്ല പോലെ തുടച്ചെടുക്കണം. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം അതിൽ നല്ല പോലെ ഹോള് വന്നതിന് ശേഷം അടച്ചു കൊടുക്കുക. അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് കുത്തിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഓരോ തവണയും ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടി വൃത്തിയാക്കി കൊണ്ടേയിരിക്കണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.